സോ നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണ്. ബൂസയുടെ സെക്കൻഡ് സർവീസായി. ഓൾമോസ്റ്റ് 7,000 കിലോമീറ്റേഴ്സായി. സോ അതിരാവിലെ 5 മണിക്ക് എണീറ്റു. വണ്ടി കോൾ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇറ്റ്സ് എ സോളോ റൈഡ്. സോ അങ്ങനെ വണ്ടിയും എടുത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിറ്റ് സ്റ്റോപ്പിൽ നിർത്തി. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഫ്യൂലൊക്കെ ചെയ്ത് ബ്യൂട്ടിഫുൾ വെതർ ആയതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ചെയ്താണ് ഞാൻ പോകുന്നത്. ആൻഡ് കുമരകം എത്തി. അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കുമരകത്ത് നിന്ന് തന്നെ. അങ്ങനെ ഞാൻ സർവീസിൽ സുസുക്കിയിലെത്തിയിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ രാകേഷ്. അപ്പം മീൻ വയൽ ഞാൻ ആ ഷോറൂമൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. ബൂസാസ് ഉണ്ട് ഇഷ്ടം പോലെ. സുസുക്കി V-Strom 800 ഉണ്ട്. GSX 8R ഉണ്ട്. ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ വാച്ചിങ് ഓൾ ദീസ് വണ്ടർഫുൾ ബൈക്സ്. അങ്ങനെ രാകേഷ് സർവീസ് വേയിലേക്ക് നമ്മുടെ വണ്ടിയായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി അങ്ങനെ ഇതിൽ കയറ്റി സ്റ്റാൻഡിലേക്ക് കയറ്റാകുമ്പോൾ അവരിനി പാഡക്ക് ചെയ്യാൻ പോവാണ്. സോ പാഡക്ക് ചെയ്തു. ജാബിർ വന്ന് പാഡക്ക് ചെയ്തു. രാകേഷ് വണ്ടി കയറ്റി. അങ്ങനെ വണ്ടിയുടെ ഓയിൽ നോക്കിയപ്പോൾ വളരെ മോശമായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 6,000 കിലോമീറ്റേഴ്സ് ഓടി ഫ്രം ലാസ്റ്റ് ഓയിൽ ചേഞ്ച്. സോ ഇറ്റ്സ് പ്രെറ്റി ബാഡ്. നല്ല കറുത്ത കളറായിട്ടുണ്ട്. അങ്ങനെ രാകേഷ് നമുക്ക് ആ ബ്രേക്ക് കാലിപ്പേഴ്സൊക്കെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. ഇതാണ് രാകേഷ്. ഹയബൂസ സർവീസ് ചെയ്യാൻ ഇപ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലെ ബൈക്സും ഉണ്ട്. സോ ആ പുള്ളി എനിക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് ബ്രേക്ക് പാഡ്സ് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യേണ്ടതെന്ന്. ഹീ ഈസ് അഡ്വൈസിങ് ടു ക്ലീൻ യുവർ ബ്രേക്ക് കാലിപ്പേഴ്സ് ആൻഡ് പാഡ്സ് എവറി 3,000 കിലോമീറ്റേഴ്സ്. സോ ഇതാണ് നമ്മുടെ കാലിപ്പേഴ്സ്. ബ്രംബോ കാലിപ്പേഴ്സാണ് വരുന്നത്. അപ്പം പുള്ളി WD-40 ഒക്കെ യൂസ് ചെയ്ത് കാലിപ്പേഴ്സ് ക്ലീൻ ചെയ്തു. അങ്ങനെ രാകേഷ് ഇതെല്ലാം പറഞ്ഞു. എനിക്ക് പോകാനുള്ള GSX 8R ആണ് വരുന്നത്. അതിൽ കയറി ഞാൻ വീടെത്തി. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ ബൂസ കുട്ടപ്പനായി തിരിച്ചെത്തി. അവൻ സർവീസ് എല്ലാം കഴിഞ്ഞു, വാഷും കഴിഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.